ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിനയം എന്ന സൽസ്വഭാവത്തെക്കുറിച്ച് ഒരൽപ്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സൽസ്വഭാവമാണ് വിനയം എന്ന് പറയുന്നത്. സൂറത്ത് ഷൂറായിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറയുന്നു, താങ്കളുടെ അടുത്തേക്ക് വരുന്ന സത്യവിശ്വാസികളോട് താങ്കളുടെ ചിറകുകൾ താങ്കൾ താഴ്ത്തി കൊടുക്കുക എന്ന്, അതായത് അവരോട് വിനയത്തോടെ പെരുമാറുക എന്ന്. അതുപോലെ സൂറത്ത് മാഇദയിലൂടെ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ ആരെങ്കിലും ദീനിൽ നിന്നും വ്യതിചലിക്കുന്ന പക്ഷം അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അതുപോലെ അവനിഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ നാം പകരം കൊണ്ടുവരുന്നതാണ്. അവർ സത്യവിശ്വാസികളോട് വിനയമുള്ളവരും സത്യനിഷേധികളോട് പ്രതാപം കാണിക്കുന്നവരുമായിരിക്കുമെന്ന്. ഇതിൽ നിന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജനത എന്ന് പറഞ്ഞത് വിനയമുള്ളവരായിരിക്കുമെന്നാണ്. എത്രത്തോളം പ്രാധാന്യം ഈ ഒരു സ്വഭാവത്തിന് അള്ളാഹു നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് ഹജ്ജിലൂടെയും അള്ളാഹു പറയുന്നുണ്ട്, സത്യവിശ്വാസികളുടെ സ്വഭാവമായി അവർ വിനയമുള്ളവരായിരിക്കുമെന്ന്. ഇനി ഹദീസുകളിലേക്ക് കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങൾ അന്യോന്യം വിനയമുള്ളവരായി ജീവിക്കണമെന്ന് അള്ളാഹു എനിക്ക് ദിവ്യബോധനം നൽകിയിരിക്കുന്നു. ഒരാളും അപരന്റെ മേൽ അഹങ്കരിക്കുകയോ അക്രമം കാണിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികളുടെ അടുത്തുകൂടെ പോകുമ്പോൾ അവരോട് സലാം പറയുമായിരുന്നു. മദീനയിലെ അടിമ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കെല്ലാം കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇതിൽ നിന്നെല്ലാം തന്നെ ചെറിയവരോടും വലിയവരോടും പ്രതാപമുള്ളവരോടും ഇല്ലാത്തവരോടും അടിമകളോടും എല്ലാം തന്നെ ഒരേ രീതിയിൽ വിനയത്തോടെ പെരുമാറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാം തന്നെ മാർഗദർശിയാവേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്കനുസരിച്ച് സ്വഭാവം മാറുന്ന ഒരു സമയത്ത് ഈ ഹദീസുകളും ഈ ഖുർആനിക വചനങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. നമ്മെല്ലാവരും തന്നെ ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരദേശി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയുകയില്ല, ഞാനൊരു പരദേശിയാണ്, എനിക്ക് അല്പം പറഞ്ഞു തന്നാലുമെന്ന്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം നിർത്തിവെച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് ഇസ്ലാമിനെ കുറിച്ച് തനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം തിരിച്ച് പോയി പ്രസംഗം തുടരുകയും ചെയ്തു. എത്രത്തോളം വിനയം ഈ ഒരു കാര്യത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രബോധകന്മാരും പണ്ഡിതന്മാരും എല്ലാം തന്നെ മാതൃകയാക്കേണ്ട ഒരു സ്വഭാവമാണിത്. അതുപോലെ ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്കൊരു മൃഗത്തിന്റെ കയ്യോ കാലോ ആണ് ഭക്ഷിക്കാനായി എന്നെ വിളിക്കുന്നതെങ്കിലും ഞാനത് സ്വീകരിക്കും. അതുപോലെ കയ്യോ കാലോ ആണ് എനിക്ക് സമ്മാനമായി നൽകുന്നതെങ്കിൽ ഞാനും അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് വിനയം എന്ന സ്വഭാവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ വിനയമുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.